ഈ 3 പുഴുങ്ങിയ മുട്ടയും ഈ കാണുന്ന ചേരുവകളും കൊണ്ട് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാം. സ്നാക്കിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഈസി ആയിട്ടൊരു സ്നാക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാൻ എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, വേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്, സവാള കുരുകുരുന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യുക. സവാള വേഗം വഴുതിട്ടാൻ വേണ്ടി ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്, നിങ്ങൾക്ക് പാകത്തിന് കുറച്ചുകൂടി വേണമെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാം. ഉപ്പിട്ട് ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും ഹാഫ് തക്കാളി കൂടി കട്ട് ചെയ്തിടാം. തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ക്യാപ്സിക്കം ഇടണം. ഒരുപാട് വഴന്ന് കിട്ടണ്ട, അപ്പോഴേക്കും ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, നല്ല സ്ലൈസ് ആക്കി നേരിയതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ ഗ്രേറ്റിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കി എടുത്തുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്താലും മതി. ഇത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പൊടികൾ വേണം. ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ആൻഡ് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയൊക്കെ നന്നായിട്ട് ഇതേപോലെ സവാളയിലേക്ക് ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്ത മുട്ട കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുട്ട വേറെ കുറച്ച് മസാല വേറെ ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. സമൂസ ഷീറ്റ് റോളാക്കി എടുത്ത് നമ്മൾ മൈദ പേസ്റ്റ് വെച്ച് ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഇതേപോലെ റോളുകൾ ഉണ്ടാക്കി വച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യണേ നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഓരോന്ന് റോൾ ചെയ്ത് പിന്നെ മസാല ആഡ് ചെയ്ത് അത് ഇച്ചിരി പാടാണല്ലോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. റോളുകളെല്ലാം നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ പോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ആഡ് ചെയ്ത് ഫില്ല് ചെയ്യണം, നിറഞ്ഞിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊക്കുമ്പോൾ താഴെ കൂടെ ചടിപ്പോരും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് മൈദയുടെ ആ പൊടിയിൽ നമ്മൾ പശയാക്കിയെടുത്ത പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം. ഇത് ഇതേപോലെ എല്ലാം ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി മുക്കി നല്ലപോലെ അങ്ങോട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും കേട്ടോ. എളുപ്പമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്.